EV കാർ വാങ്ങിച്ചാൽ പണി കിട്ടാതിരിക്കാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു 8 കൊല്ലം കഴിഞ്ഞു, 1,60,000 കിലോമീറ്റർ കൂടുതൽ ഓടി. ഇനി നമുക്ക് വണ്ടിയിൽ 1-2 സെല്ല് ഇതുപോലെ റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥ തന്നെ വന്നു. ഒരു സാധാരണ ഒരു ആവറേജ് കോസ്റ്റ് ഒരു 20,000 തൊട്ട് ഒരു 30,000 രൂപ വരെയൊക്കെ പ്രതീക്ഷിക്കാം. അതായത് നമ്മളൊരു പെട്രോൾ വണ്ടിയിൽ 1,00,000-1,50,000 കിലോമീറ്റർ ഓടുമ്പോൾ എഞ്ചിൻ വർക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ പൈസ നമ്മൾ ചെലവാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. EV ടോക്സിലേക്ക് സ്വാഗതം. എന്റെ പേര് വിജയ രാജൻ. എന്റെ കൂടെ ഇരിക്കുന്നത് റോബിനാണ്. റോബിൻ സത്യത്തിൽ എന്താ വെച്ചാല് ഒരു EV ഡോക്ടറായിട്ടാണ് ഞാൻ റോബിനെ കൺസിഡർ ചെയ്യുന്നത്. റോബിനും ഞാനും കൂടിയിട്ട് ഒരു 4 വർഷം മുമ്പല്ലേ നമ്മളൊരു നിയോ വാങ്ങിക്കുന്നത്, നിയോ EV വാങ്ങിക്കുന്നത്. അപ്പൊ ഞാന് റോബിൻ പിന്നെ മറ്റൊരു വ്യക്തി, ഞങ്ങൾ 3-4 പേര് കൂടിയിട്ടാണ് കുറച്ച് EV നിയോ EV എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അതായത് നാനോയുടെ ഷെല്ലില് ജയം നിയോ വന്നിട്ട് ഇലക്ട്രിഫൈ ചെയ്തിരിക്കുന്ന വണ്ടി. അത് ഞങ്ങൾ എടുത്തിട്ട് സത്യം പറഞ്ഞാൽ അതിലാണ് ഞങ്ങൾ പണി പഠിക്കുന്നത്. റോബിൻ ഒരു ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ്. റോബിൻ പിന്നീട് ഈ നിയോ എടുത്തിട്ട് അവർ സപ്പോർട്ട് തരാത്തോണ്ടാണല്ലോ ഇലക്ട്രിക് വണ്ടികളെ കുറിച്ച് പഠിക്കുന്നത്. നമ്മളത് മേടിച്ചത് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇലക്ട്രിക്കൽ കാറുകളുടെ വർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ഞാനത് പഠിക്കാൻ വേണ്ടി എടുത്തതല്ല, പക്ഷെ പഠിച്ചു പോയതാണ് അത് എടുത്തതിന് ശേഷം. അപ്പോ നമ്മുടെ കൂടെ ഇപ്രാവശ്യം റോബിൻ വരുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം വെച്ചാൽ റോബിൻ ആയിരിക്കും ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ യൂസ്ഡ് വെഹിക്കിൾ EVയില് വിറ്റിട്ടുണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു വ്യക്തി റോബിനാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാര് റോബിന്റെ വീഡിയോകളൊക്കെ ചിലതൊക്കെ വൈറലായിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ പലരും റോബിനെ അപ്രോച്ച് ചെയ്തിട്ട് EV വെഹിക്കിൾസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ റോബിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്, EV കാർ വാങ്ങിച്ചാൽ പണി കിട്ടാതിരിക്കാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പണി കിട്ടാതിരിക്കാൻ എന്ന് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. EVയുടെ ഒപ്പം ഒരു ചെറിയ പണി, ഒരു റിസ്ക് ഫാക്ടർ ഇപ്പോഴും നിലവിൽ അതിലുണ്ട്. ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും EVക്ക് ഒരു അതിൻ്റെതായ ഒരു സ്റ്റാർട്ടിങ് ഇതിലുള്ളത് കൊണ്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അതിപ്പോൾ ഏത് വണ്ടി മേടിച്ചാലും, പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് മേടിച്ചിട്ട് പണി കിട്ടിയവരുണ്ട്, പെട്രോൾ വണ്ടി മേടിച്ചിട്ട് കിട്ടിയവരുണ്ട്, ഇലക്ട്രിക് മേടിച്ചിട്ട് കിട്ടിയവരുണ്ട്. അപ്പൊ പിന്നെ ഒരു യൂഫീൽഡിലേക്ക് കിടക്കുമ്പോൾ കുറച്ചുകൂടി റിസ്ക് ഫാക്ടർ കൂടുതലാണ്. എന്നിരുന്നാലും നമുക്ക് പലരും ചോദിക്കാറുണ്ട്, നമുക്ക് വണ്ടി ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ബാറ്ററി ചെക്ക് ചെയ്തിട്ട് തരാൻ പറ്റുമെന്ന്. അവര് ചിന്തിക്കുന്നത് ഒരു മൾട്ടിമീറ്റർ വെച്ച് നോക്കിയ, ഒരു സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയ ആ രോഗം അറിയുന്ന പോലെ അവസ്ഥയാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. വണ്ടി എത്ര കിലോ വാട്ട് ആ ബാറ്ററിയിൽ കപ്പാസിറ്റി ഉൾക്കൊള്ളും എന്നുള്ള, ചാർജ് ചെയ്യുമ്പോൾ എത്ര കിലോ വാട്ട് അതിൽ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതാണ് വണ്ടിയുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി. അത് തന്നെയാണ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനും കിട്ടുന്നത്. നമുക്ക് ചാർജ് ചെയ്യാൻ എടുക്കുന്ന യൂണിറ്റ് തന്നെയാണ് ഡിസ്ചാർജ് ചെയ്യാൻ എടുക്കുന്ന യൂണിറ്റ്. അത് മോട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതിൽ വരുന്ന ചെറിയ ലോസുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ആ ബാറ്ററിയുടെ കപ്പാസിറ്റി അറിയാൻ ഏറ്റവും നല്ല മാർഗം അത് തന്നെയാണ്. അത് 2 തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, നമ്മൾ വണ്ടി ഏറ്റവും എംപ്റ്റി ആയ നേരത്ത് ഡ്രെയിൻ ചെയ്തിട്ട് ചാർജിങ് ഇടുക. അപ്പൊ നമ്മുടെ KSEBിയുടെ മീറ്ററിൽ തന്നെ നമ്മുടെ വേറെ വീട്ടിൽ ഉപയോഗങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു എനർജി മീറ്റർ നമ്മൾ ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. നമുക്ക് ഏറെക്കുറെ വണ്ടിക്ക് വേണ്ടി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ കിട്ടും. നമുക്ക് ഏറെക്കുറെ എത്ര യൂണിറ്റ് ഒരു വണ്ടി നമ്മളൊരു മാസം എടുക്കുന്നുണ്ടെന്നുള്ളതിന് അറിയാനും ഒരു അവബോധം ഉണ്ടാവാനൊക്കെ നല്ലതാണത്. അപ്പൊ അതിൽ ലൈനിലെ വോൾട്ടേജ്, വണ്ടി എടുക്കുന്ന ആംബിയർ, ടോട്ടൽ യൂണിറ്റ് എത്ര എടുത്തു, അതൊക്കെ നമുക്ക് അതിൽ റീസെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പറ്റുന്നതാണ്. അപ്പൊ നമ്മളൊരു വണ്ടി ഡ്രെയിൻ ചെയ്തതിനു ശേഷം ചാർജ് ചെയ്യുമ്പോൾ എത്ര കിലോ വാട്ട് എടുത്തു എന്നുള്ളത് അതിൽ കാണിക്കും. ആ വണ്ടി ഫുൾ ചാർജ് ചെയ്യാൻ എടുത്ത യൂണിറ്റ് തന്നെയാണ് ആ വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററിയുടെ കപ്പാസിറ്റി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് 50.3 കിലോ വാട്ടാണ് ഇതിന്റെ ബാറ്ററി ഉള്ളത്. അപ്പൊ ഇത് ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ 47 എടുത്തുള്ളൂ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആ 47 യൂണിറ്റ് ഇതില് ഈ ബാറ്ററിക്ക് ഉൾക്കൊള്ളാൻ ശേഷിയുള്ളൂ. അതായത് 1 കിലോ വാട്ടിന് 1 യൂണിറ്റ്, അങ്ങനെയാണല്ലോ കണക്ക് വരുന്നത്. ഒരു യൂണിറ്റ്. അപ്പൊ 47 എടുത്തുള്ളെങ്കിൽ അതിന്റെ അർത്ഥം 3 കിലോ വാട്ട്, 3.3 കിലോ. വണ്ടിക്ക് ആ ബാറ്ററി പാക്കിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ട്. അത് ബാറ്ററിയുടെ കുഴപ്പം കൊണ്ടാവാം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ ആൾക്കാരുള്ളത്. എന്റെ വണ്ടി പെട്ടെന്ന് തന്നെ കേടായി, പെട്ടെന്ന് തന്നെ ബാറ്ററി അടിച്ചു പോയതല്ല. പലപ്പോഴും അതിന്റെ ബാറ്ററികൾ ഇപ്പൊ ഒരു നോർമൽ വണ്ടികളൊക്കെ ഒരു 100 സെല്ലുകളൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഒരു 300 ബാറ്ററി 400 ബാറ്ററി ഒക്കെ ഒരു കാറിൽ ഉണ്ട്. 400 ബാറ്ററി ആയിട്ട് നോസ് നമ്മൾ എണ്ണം നോക്കുമ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് 100 മൊഡ്യൂൾ ആക്കിയിട്ട് തിരിച്ചുണ്ടാവും. അപ്പൊ അതിനെ സീരീസ് ചെയ്തിട്ടാണ് വണ്ടി ചാർജ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതൊക്കെ. ഈ സെല്ലുകളിൽ നമ്മളൊരു ഇംബാലൻസിങ് വരും. ചില സെല്ലുകൾ ആദ്യം കയറി ചാർജ് ആയിട്ടിരിക്കുന്നുണ്ടാവും, ചിലത് അതിന്റെ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് അതിന്റെ ഇന്റേണൽ റേഷൻസ് കൊണ്ടൊക്കെ ചിലത് ഇത്തിരി ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അതിലെ ഡൗൺ ആയിരിക്കുന്ന ബാറ്ററിയുടെ പെർഫോമൻസ് ആണ് പിന്നെ മൊത്തം ആ മൊഡ്യൂളിന്റെ പെർഫോമൻസ് ആണ് മൊത്തം ബാറ്ററിക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇത് വന്നിട്ടുണ്ടായിരിക്കാം. എന്തൊക്കെയായാലും ആ ബാറ്ററിയുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായാലും ആ കാണിച്ച 47 യൂണിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 47 കിലോ വാട്ട് ആയിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഒരു അതായത് ഒരു ഏകദേശം 5-6%
അതിന്റെ കപ്പാസിറ്റി കുറവായിരിക്കും. കുറവായിരിക്കും. നമ്മളിപ്പോ കോമൺ എല്ലാവരും പേടിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ വണ്ടിയിൽ 30% ചാർജ് കാണിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വഴിയിൽ നിന്ന് പോയി. എങ്ങനെയൊക്കെയാണല്ലോ EV-ല് കാണിക്കുന്ന കുറെ. അപ്പൊ അതെല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെയാണ് അത്. എന്നിരുന്നാലും അത് കൂടുതൽ വണ്ടി ഇറങ്ങിയിട്ടുള്ളത് ടാറ്റയാണ്. നമ്മൾ ടാറ്റ റഫ്യൂസ് ഉപയോഗിക്കുന്നത് ടാറ്റയാണ്. നല്ല പ്രീമിയം വണ്ടികൾ അങ്ങനെ റഫ്യൂസ് ഉണ്ടായിരിക്കില്ല സ്വതവേ. എല്ലാ ബെൻസിന്റെ ഒരു കംപ്ലൈന്റ് റേഷ്യോ ഒരു സാധാരണക്കാരെ ഉപയോഗിക്കാൻ തുടങ്ങിയ ബെൻസിന് ഉണ്ടാകാൻ പോണ കംപ്ലൈന്റുകൾ എങ്ങനെയായിരിക്കും? അതാ ഉപയോഗിക്കുന്ന കസ്റ്റമറുടെ ക്വാളിറ്റി കൊണ്ടാണ് കുറച്ചൊക്കെ അത് കംപ്ലൈന്റ് വരാതിരിക്കുന്നത്. നമ്മളൊരു സാധാരണ ഒരു ഓൾട്ടോ കൊണ്ടുവരുന്ന പോലെ ബെൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പൊ അതുപോലെ തന്നെയാണ് ടാറ്റയും. നമ്മളത് ഉദ്ദേശിച്ചുള്ളത്. ടാറ്റ ഒരു മോശം ബ്രാൻഡായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം ആ വിലക്ക് ഇതൊക്കെ കൊടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. യാത്രാസുഖങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. അപ്പൊ എനിവേ ഇതില് ബാറ്ററിയിൽ വരുന്ന ഒരു 30% നിന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്കുള്ളത് ആ 30% വരെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയിട്ടുള്ളൂ. 30% ഡെഡ് സെൽ ആയിട്ടുണ്ട്. ഡെഡ് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോ ബൂസ്റ്റ് ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ അത് ഇംബാലൻസിങ് ആയിട്ട് കിടക്കുന്നുണ്ടോ അതിനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതൊക്കെയാണ് കുറെയൊക്കെ. പിന്നെ ഒരുപാട് ഓടി വീക്ക് ആകുമ്പോൾ എല്ലാ ബാറ്ററികൾക്കും ഒരു കുറവുണ്ടായിരിക്കും. അതിന് ആ കുറവ് തന്നെയാണ്. അതാണ് അതിന്റെ ശരിക്കും ബാറ്ററിയുടെ ഡാമേജ് എന്ന് പറയുന്നത്. ശരിക്കുള്ള റിയൽ ഡാമേജ് അതാണ്. അത് തിരിച്ചു വരാത്തതാണ്. ഏത് മൊത്തം സെല്ല് വർക്ക് ചെയ്ത് വീക്കായിട്ട് വരുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു സെല്ല് ഡൗൺ ആയി പോയതൊക്കെയാണെങ്കിൽ നമുക്കത് ചിലത് സെല്ല് മാറ്റേണ്ടി വരാം. അതല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കത് പഴയതിലേക്ക് എത്താറുണ്ട്. അപ്പൊ റോബിൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു യൂസ്ഡ് കാർ EV വാങ്ങിക്കുമ്പോൾ ആദ്യം പോയിട്ട് നമ്മള് 90%, 95% ഒന്നും അതിന്റെ SOC നോക്കല്ല വേണ്ടത്. മാക്സിമം ഡ്രെയിൻ ചെയ്തിട്ട് 10ന്റെ താഴേക്ക് 5ന്റെ താഴേക്ക് വരെയും വണ്ടി എത്തുന്നുണ്ടെങ്കിൽ അത്. അപ്പോ നമ്മള് സാധാരണ ഇതിൽ 10% ഉള്ളപ്പോഴാണ് വണ്ടി ടെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ടൊരു 5 അതിന്റെ താഴേക്ക് പോകുന്നുണ്ടോ? അത് ശരിക്ക് ഒന്ന് ഫുൾ ചാർജ് ചെയ്യാം. ഫുൾ ചാർജ് ചെയ്ത് വണ്ടി ചാർജിങ് കട്ടായതിനു ശേഷം നമുക്ക് ഓടിച്ചു നോക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യാവുന്ന ഏറ്റവും നല്ലത്. അത് എത്ര ശതമാനം വരെ ഇറങ്ങി പോകുന്നുണ്ടെന്നുള്ളത്, എത്ര ഡ്രെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും നല്ലതായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ഇത് റോബിൻ പറഞ്ഞു, അതായത് ഒരു വണ്ടി വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഫുൾ ചാർജ് ചെയ്തിട്ട് അത് ഏറ്റവും കുറവ് വരെ SOC കുറച്ച് നമ്മളതിൽ പെട്ടെന്നൊരു ഡ്രോപ്പ് വരുന്നുണ്ടോ എന്നുള്ളത്. 10% പെട്ടെന്ന് വണ്ടി നിന്ന് പോവുക, അല്ലെ 5% നിന്ന് പോവുക. ഇത് പലപ്പോഴും പല വണ്ടികളിൽ അത് കാണുന്നുണ്ട്. 20% പെട്ടെന്ന് താഴേക്ക് പോകുന്ന കമ്പനി മാറ്റി കൊടുക്കുന്നത്. അപ്പോഴൊക്കെയാണ് പലരും ബാറ്ററി റീപ്ലേസിങ്ങിനൊക്കെ വന്ന് കമ്പനീനെ സമീപിക്കുന്നതും അത് അവർ മാറ്റി കൊടുക്കുകയും ചെയ്യുന്നത്. അതിലൊരു ഇതുള്ളത് എന്താണെന്ന് വെച്ചാൽ പല ആളുകളും അവരുടെ വണ്ടി അവര് 30% താഴെ ഉപയോഗിക്കാറുണ്ടാവില്ല. സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്ന വണ്ടി പലപ്പോഴും നമ്മള് 30ന്റെ താഴത്തേക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് ചിലപ്പോൾ കുറെ നാളുകളുണ്ടാവും. ചില അപൂർവ ഘട്ടങ്ങളൊക്കെ അത്ര താഴത്തേക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. നോർമലി 30 വീണ്ടും ചാർജ് ചെയ്യുന്ന ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മുടെ ബാറ്ററിയുടെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് 30ന്റെ താഴെ പോകുമ്പോഴാണ്. നമ്മൾ പോലെ അത് ഇറങ്ങിയിട്ടുണ്ടാവണമെന്നില്ല. കൊടുക്കുന്ന ഓണർ ചിലപ്പോൾ ഉപയോഗിക്കുന്ന ഓണർ ചിലപ്പോൾ അത് ഇറങ്ങിയിട്ടുണ്ടാവണം നിർബന്ധം പറയാൻ പറ്റില്ല നമുക്ക്. അപ്പൊ അതൊരു പ്രധാന കാരണമാണ് നിങ്ങളുടെ വണ്ടി ഒരു 2 മാസം ഒന്ന് ഡ്രെയിൻ ചെയ്യണം. ഒരു 10% എത്തിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് 1% പോലും ഓടിച്ചു നോക്കിയിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു നിയറസ്റ്റ് ചാർജിങ് പോയിന്റ് ഉള്ളിടത്ത് വേണം നമ്മൾ അതാണ് ഓടിച്ച് പറ്റിച്ച് നോക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വഴിയിൽ ചാർജിങ് പോയിന്റ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ആദ്യത്തെ ഇതാണ് പ്രേക്ഷകർക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ വണ്ടി ഫുൾ ചാർജ് ചെയ്തിട്ട് മിനിമത്തിൽ വരുമ്പോഴും പെട്ടെന്നുള്ള ഡ്രോപ്പ് ഇട്ടോ അറിയാം. പലപ്പോഴും അത് നമുക്ക് അത്രത്തോളം പറ്റില്ല. ഒരു ആളും നമ്മളേക്ക് 200-300 കിലോമീറ്റർ ഓടിക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാൽ അതൊരു 10% എത്തിയതിന് ശേഷം ഓടിച്ചു നോക്കുക. കുറച്ച് കിലോമീറ്റർ ഓടിക്കുമ്പോൾ SOCയിൽ നോക്കുക, ഒരു വാട്ടിന് എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നമുക്കത് നോക്കാം. അപ്പൊ ആദ്യത്തെ. ഇനി രണ്ടാമത്തെ രണ്ടാമത് ചെയ്യാവുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ വണ്ടി നോക്കാൻ പോകുമ്പോൾ കസ്റ്റമറോട് പറയാം, നിങ്ങളൊന്ന് ഫുൾ ചാർജ് ചെയ്തതിനു ശേഷം വണ്ടി ഉപയോഗിക്കാൻ പറയാം. ഒരു 30% എത്തിച്ചിട്ട് ഇടാൻ പറയാം. നമ്മൾ വണ്ടി നോക്കാൻ ചെല്ലുമ്പോൾ ഒരു 30% ചാർജ് മതി എന്ന് പറയാം. ബാക്കി ഞങ്ങൾ ഓടിച്ചോണ്ടെന്ന് പറയാം. അതിപ്പോ ഒരു വിൽക്കുന്ന ആൾക്ക് ജെന്യുവൻ ആണെങ്കിൽ നോക്കുന്നതിന് കുഴപ്പമില്ല. അത് കൊടുക്കുന്ന ആളും ഒന്ന് മുൻകൂട്ടി നോക്കി വെക്കട്ടെ. അപ്പൊ ശരി. അപ്പൊ ഫസ്റ്റ് കേസ് സഡൻ ഡ്രോപ്പ് ആണ്. SOCയിൽ പെട്ടെന്ന് സഡൻ ഡ്രോപ്പ് ആവുകയും വണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് എന്തോ ഒരു പണിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാന്നൊക്കെ ഇദ്ദേഹത്തിന് പറയാൻ കാരണങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് പോവാം. ആദ്യം ഈ പണി കിട്ടാതിരിക്കാനുള്ള വഴികൾ നോക്കാം. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഈ വണ്ടിയിൽ തന്നെ കാണിക്കുന്നുണ്ട് എത്ര ബാറ്ററിയുടെ ഹെൽത്ത് എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ നോക്കാൻ കുറച്ച് മാർഗങ്ങളുണ്ട്. അതെങ്ങനെ? ഈ വണ്ടിയിൽ നമ്മുടെ പെട്രോൾ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഏവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് കാണിക്കും, മൈലേജ് കാണിക്കും. ഇതിലും എല്ലാ വണ്ടികളും കാണിക്കുന്നുണ്ട്. ഈ പുതിയ ജനറേഷൻ എല്ലാ വണ്ടികളിലും EC എന്ന് കാണിക്കുന്നുണ്ട്, ഏവറേജ് എനർജി കൺസംഷൻ കാണിക്കുന്നുണ്ട്. നമ്മൾ റഫായിട്ട് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ കൺസംഷൻ കൂടുതലായിരിക്കും. ഒരു കിലോമീറ്റർ ഓടാൻ എത്ര യൂണിറ്റ് കറണ്ട് എടുക്കുന്നുണ്ടെന്നുള്ളത് അതിൽ കാണിക്കുന്നുണ്ട്. ശരി. അത് എല്ലാ വണ്ടികളിലും ഉണ്ട്. അത് വെച്ച് നമ്മൾ എത്ര കിലോമീറ്റർ ഓടി, അതിപ്പോ നമ്മളൊരു വണ്ടി ഡ്രെയിൻ ചെയ്താണെങ്കിൽ നമ്മളിപ്പോ
ഫുൾ ചാർജ് ചെയ്തു, നമ്മൾ ട്രിപ്പ് 0 ആക്കി. അപ്പൊ ആ ട്രിപ്പിന് കാണിക്കുന്ന AEC ആണ് അതിൽ കാണിക്കുന്നുണ്ടാവുക. ആവറേജ് എനർജി എത്ര എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ കാണിച്ചിട്ടുണ്ടാവുക. അത് ഇൻറ്റു എത്ര കിലോമീറ്റർ ഓടിക്കാൻ പറ്റി ഡ്രെയിൻ ആവുന്നവരെ. ഇപ്പൊ 30% വണ്ടി സഡൻ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ ഇൻറ്റു കാണിക്കുന്നതാണ് AEC ആണ് അതിന്റെ കിലോവാട്ട് ആ ബാറ്ററിയിലുള്ളൂ. ഓക്കെ, അപ്പോ സെക്കൻഡ് അങ്ങനെയാണ് ഒരു സിംറ്റം ഉണ്ടാവുക അല്ലെ? സപ്പോസ് നമ്മളിപ്പോ AEC ഇപ്പൊ ഒരു ടിയാഗോ ആണെങ്കിൽ നമ്മളൊരു ആവറേജ് ഒരു നല്ല രീതിയിൽ ഓടിക്കുന്ന ആൾക്ക് ഒരു 100-110 എപ്പോഴും AEC ഉണ്ടാവാറുള്ളത്. ഇനി അതല്ല അതൊരു 120 ആയാലും ശരി, പക്ഷെ അപ്പൊ കിലോമീറ്റർ നമുക്ക് റേഞ്ച് കുറവാ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ റിസൾട്ട് ഒന്നായിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ 110 കിലോമീറ്റർ നമ്മൾ AEC കിട്ടി, 110 കിലോമീറ്റർ നമ്മുടെ AEC കിടക്കുന്നത്. ഓക്കെ, ഇൻഡു നമ്മൾ ഓടിയിട്ടുള്ളത് ഒരു 200 കിലോമീറ്റർ കിട്ടിയെന്ന് വിചാരിക്കും. എങ്കിൽ 22,000 എന്നാണ് നമ്മൾ കിട്ടുന്ന റിസൾട്ട്. ഡിവൈഡഡ് ബൈ 1000 കിലോവാട്ടിനെ ആക്കുമ്പോൾ കിട്ടുന്നത് 22 കിലോവാട്ട് ആ ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതായത് ആ വണ്ടിക്ക് 22 കിലോവാട്ട് 200 കിലോമീറ്റർ അതിൽ 110 AEC നമ്മൾ 200 കിലോമീറ്റർ ഓടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 22 കിലോവാട്ട് ആ ബാറ്ററിക്ക് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അത് മോശമല്ല. 23 ആണ് സാധാരണ പറയുന്നത്. അപ്പൊ അത് നമുക്കൊരു 22 കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 200 കിലോമീറ്റർ കിട്ടുന്ന ടിയാഗോ അതിന്റെ ബാറ്ററി കപ്പാസിറ്റി വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്, ഉണ്ട്, നല്ല രീതിയിലാണ്. ഇനിയിപ്പോ അഥവാ നമ്മൾ റഫായിട്ട് ഉപയോഗിച്ചെന്നിരിക്കും, അപ്പൊ നമുക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വേറെ ആയിരിക്കാം. അതായത് AEC ചിലപ്പോൾ ഒരു 130 ആയിരുന്നു വിചാരിക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റേഞ്ച് ചിലപ്പോൾ ഒരു 150 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ 19 കിലോവാട്ടാണ് ആ വണ്ടിക്ക് ഉള്ളൂ. അതല്ല നമുക്ക് ഈ AEC 130 ഓടിച്ചിട്ടും നമുക്കൊരു 250 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ടായിരിക്കും. ആ ബാറ്ററി നല്ലതാണ്. കാരണം അതിന് നമുക്ക് കൂടുതൽ കിലോവാട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് എങ്ങനെ നോക്കി ഓടിച്ചാലും നമുക്കൊരു 150 കിട്ടുന്നുള്ളെങ്കിൽ ചിലപ്പോൾ ആ നമ്മളിപ്പോ AEC 100 ഉള്ളോ 150 കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 കിലോവാട്ട് ബാറ്ററി ഉള്ളൂ. പിന്നെ നമ്മൾ എങ്ങനെ ഓടിച്ചിട്ടും കാര്യമില്ല. അതാണ് അതിന്റെ ഒരു കാര്യം. ഓക്കെ, റോബിൻ ഒരുപാട് EV യൂസ്ഡ് വെഹിക്കിൾ വിൽക്കുന്ന ഒരാളല്ലേ? ഈ രണ്ട് രീതിയിലാണോ റോബിൻ വണ്ടി എടുക്കുന്നത്, അതല്ലാതെ വേറെ എന്തെങ്കിലും? രണ്ടൊരു മെത്തേഡാണ്. പിന്നെയുള്ളത് നമുക്ക് ഇതൊന്നും ചിലപ്പോൾ നമ്മളൊരു സൈറ്റിൽ പോയിട്ട് നമുക്കത് നോക്കിയെടുക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന് മാക്സിമം റേഞ്ച് ചെയ്തിടാൻ പറയും അവരോട്. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു OBD ടൂൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിന്റെ സെല്ലിന്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ടൂളാണത് OBD, വണ്ടി സ്കാൻ ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ടൂളാണ്. ഏതെങ്കിലും ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട്, ഒരുപാട് കുറഞ്ഞ നിരക്കിലും കൂടുതലൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് ഒരുവിധം വണ്ടികളുടെ മിനിമം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതില് കാണിക്കുന്നതിൽ നമ്മുടെ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന സെല്ലുകളുടെ മാക്സിമം വോൾട്ടേജും മിനിമം വോൾട്ടേജും കാണിക്കും. അത് നോക്കിക്കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയും കൂടി ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതായത് ഇതിന്റെ ബാറ്ററി മാത്രമായിട്ട് റോബിൻ അസസ് ചെയ്യാറുണ്ടോ? എങ്ങനെ? ബാറ്ററി പാക്കിന്റെ കപ്പാസിറ്റി മാത്രമായിട്ട് നമ്മുടെ BMS വഴിയോ അങ്ങനെ എന്തെങ്കിലും അസസ് ചെയ്യാൻ പറ്റും? അങ്ങനെ നമ്മുടെ ലോ വോൾട്ടേജ് വണ്ടികളൊക്കെ മുൻപ് ഇറങ്ങിയിട്ടുള്ള ടാറ്റയുടെ ടിഗോർ അത്തരം വണ്ടികളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ BMSലേക്ക് നേരിട്ട് ആക്സസ് ചെയ്ത് നമുക്ക് അതിന്റെ സെല്ലുകളുടെ ഓരോന്നിന്റെയും സെല്ലുകളുടെ നമുക്ക് പ്രത്യേകം മോണിറ്റർ ചെയ്യാൻ പറ്റും. അത്തരം ഒരു സൗകര്യം ടാറ്റയൊന്നും ഇപ്പോഴൊന്നും അത് കൊടുത്തിട്ടില്ല, പുറത്തേക്ക് വിട്ടിട്ടില്ല. ഈ OBD ടൂളിൽ പോലും അതിന്റെ BMSലേക്കുള്ള ഫുൾ ആക്സസ് ഒന്നും അവർ നിലവിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മോണിറ്ററിങ്, അങ്ങനെ വിശദമായിട്ടൊരു മോണിറ്ററിങ് നമുക്ക് പറ്റില്ല. പിന്നെ നമ്മൾ ബാറ്ററി ബോക്സ് തുറന്ന് അങ്ങനെ ചെക്ക് ചെയ്യുന്ന മെത്തേഡ് പ്രായോഗികമല്ല, അത് കസ്റ്റമർക്ക് പ്രായോഗികമല്ല. അതൊക്കെ അതൊരു കംപ്ലൈന്റ് ആയിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഔട്ടോ വാറന്റി വണ്ടി നമ്മൾ കംപ്ലൈന്റ് വരുമ്പോൾ ചെയ്യുന്ന മാർഗങ്ങളാണ്. അത് കസ്റ്റമർക്ക് പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. കസ്റ്റമർക്ക് പറ്റാവുന്ന ഒരുവിധം നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ശരി, അപ്പൊ ഈ 3 വഴിക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു EV വെഹിക്കിൾ വാങ്ങിക്കുമ്പോൾ ബാറ്ററി ഹെൽത്ത് ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. പൊതുവെ റോബിൻ, ഞാൻ ഇത്രയും കാലം പലരോടും സംസാരിച്ചിരുന്നു, കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം വെച്ചാൽ പഴയ ICA വണ്ടി വിൽക്കുന്ന വെൻഡേഴ്സ് അവർ EV എടുക്കാൻ വരുന്നവരെ, EV താല്പര്യമുള്ളവരെ ആദ്യം പേടിപ്പിക്കുക എന്ന് വെച്ചാൽ, ഇത് നിങ്ങളൊന്ന് മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് ഈ വണ്ടിയുടെ വില 20 ലക്ഷം, ഇതിന്റെ ബാറ്ററിയുടെ വില 10 ലക്ഷം, 8 വർഷം 1,60,000 കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ ബാറ്ററി മാറ്റണം. ആരോടും പറയുന്ന ഒരു സ്ഥിരം ഡയലോഗാണ്. അപ്പൊ റോബിൻ എന്താ തോന്നുന്നത്, അങ്ങനെ ബാറ്ററി മാറ്റണം? അങ്ങനെ ബാറ്ററി മാറ്റേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴേക്കും അങ്ങനെയൊക്കെ മാറ്റുന്ന സമയമാകുമ്പോൾ നമുക്ക് ഈ വണ്ടി ഓടിച്ച് മുതലാവുന്നുണ്ട്. അതായത് ഈ ബാറ്ററി ആയിട്ട് മാറ്റമല്ലല്ലോ ഈ കമ്പനികൾ ചെയ്താലും. അല്ല, ഇവരെ കൊണ്ടുപോയാലും ഇവിടുന്ന് ഇപ്പൊ ടാറ്റ ആണെങ്കിൽ അത് പൂനെക്ക് അയച്ച് അവിടുന്ന് ഈ സെല്ലുകൾ ഏതെങ്കിലും വീക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റുന്നു, അല്ലെങ്കിൽ അത് ബാലൻസ് പോയതാണെങ്കിൽ ബാലൻസ് ചെയ്തുകൊണ്ട് വീണ്ടും റീഫർബ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് തിരിച്ചു വരുന്നത്. അല്ലാതെ മൊത്തം ആ സെല്ലുകൾ മുഴുവൻ കളഞ്ഞ് പുതിയ 100-300 സെല്ല് എടുത്ത് വെക്കുന്നതല്ല. അത് പോയത് എന്തെങ്കിലും ചിലപ്പോൾ അത് ഇത്തിരി ഡൗൺ ആയിരിക്കണമെന്നാണെങ്കിൽ അതൊന്ന് ബൂസ്റ്റ് ചെയ്ത്. ശരി, ഞാൻ ഈ അടുത്തൊരു സംഭവം കണ്ടിരുന്നു. റോബിൻ വന്നിട്ട് ഒരു ടാറ്റ വണ്ടിയുടെ സെല്ല് വീക്കായത് 3 സെല്ലെടുത്ത് റീപ്ലേസ് ചെയ്തിട്ട് ആ ബാറ്ററി പാക്ക് വീണ്ടും, അത് വാറണ്ടി കഴിഞ്ഞൊരു അത് ഇടയ്ക്ക് വരുന്നുണ്ട്. വാറണ്ടി കഴിഞ്ഞ വണ്ടികൾ ആഫ്റ്റർ വാറണ്ടിയിലൊക്കെ
അതിന് ഇപ്പൊ നമ്മളൊരു പ്രേക്ഷകർക്ക് ഒരു ചിന്ത ഇപ്പൊ പറഞ്ഞു നമ്മൾ 10 ലക്ഷം രൂപയൊന്നും വരില്ല എന്ന് പറഞ്ഞു. പ്രേക്ഷകർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 8 കൊല്ലം കഴിഞ്ഞു, 1,60,000 കിലോമീറ്റർ കൂടുതൽ ഓടി. ഇനി നമുക്ക് വണ്ടിയിൽ 1-2 സെല്ല് ഇതുപോലെ റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥ തന്നെ വന്നു. അതായത് ബൂസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പിന്നീട് സംസാരിക്കുന്നുണ്ടോ. വേറെ ചില ഷോർട്ട് കട്ടൊക്കെ ഉണ്ട് രക്ഷപ്പെടുത്താൻ. ഇനി ബൂസ്റ്റിംഗ് നടന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെല്ല് റീപ്ലേസ് ചെയ്യണം, 2-3 സെല്ല് റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു ആവറേജ് കോസ്റ്റ്, കറക്റ്റ് കോസ്റ്റ് അല്ല, വണ്ടിക്ക് അനുസരിച്ച് മാറും വണ്ടികൾക്ക്. എന്നാലും നോർമൽ ഒരു 24 കിലോ വാട്ടിന്റെ അല്ലെങ്കിൽ 30 കിലോ വാട്ടിന്റെ ഒരു ടാറ്റ പ്രൈം, നെക്സോൺ പ്രൈം ഒക്കെ ആ ഒരു കാറ്റഗറി വണ്ടികളൊക്കെ വരുമ്പോൾ ഒരു 20,000 തൊട്ട് ഒരു 30,000 രൂപ വരേക്കൊക്കെ പ്രതീക്ഷിക്കാം. അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ തീർത്ത് ചെയ്യാവുന്ന ഒരു പറ്റും. അതായത് നമ്മളൊരു പെട്രോൾ വണ്ടിയിൽ 1 ലക്ഷം 1.5 ലക്ഷം കിലോമീറ്റർ ഓടുമ്പോൾ എഞ്ചിൻ വർക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പൈസ ചെലവാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതാരും പറയുന്നില്ല, അതാരും കണക്കാക്കാറില്ല. ഇപ്പൊ നമുക്ക് വീണ്ടും ഒരു ഹെൽത്തോട് കൂടിയിട്ട് വീണ്ടും ധൈര്യമായിട്ട് കൊണ്ടു നടക്കാവുന്ന ഒരു അവസ്ഥ. അതായത് ഞാനും ഇങ്ങനെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പഴയ ജീവൻ സാഥി ടോർച്ചില് പുതിയ ബാറ്ററി സെല്ലിട്ടിട്ട് നമ്മളൊരു ഇതാക്കുന്ന പോലെ അല്ലെ. അപ്പൊ അത് അത്ര സിമ്പിളാണ്. ഇത് മുമ്പത്തെ ചില പോഡ്കാസ്റ്റിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോ ഇത് പലപ്പോഴും ടാറ്റയിലോ അല്ലെങ്കിൽ MGയിലോ ഒക്കെ പോയാൽ മാത്രമേ റീപ്ലേസ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും അതൊന്നല്ല. റോബിനെ പോലെയുള്ള ഇൻഡിവിജ്വൽസ് അവരുടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പലരും ഇപ്പൊ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പല വർക്ക്ഷോപ്പുകളിൽ ഇട്ട് നമുക്ക് സെല്ല് റീപ്ലേസ് ചെയ്യാൻ പറ്റും അല്ലെ. പിന്നെ അപ്പൊ അതൊരു പ്രേക്ഷകർക്ക് ഒരു അവബോധം കിട്ടാൻ വേണ്ടി പറഞ്ഞാണ്. പലരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, ഇത് എങ്ങനെ മുതലാവുക, 1,60,000 കിലോമീറ്റർ 10 ലക്ഷം രൂപയുടെ ചോദ്യം അതാണ്. അപ്പൊ 1,60,000 കിലോമീറ്റർ ഓടാൻ 10 ലക്ഷം മുടക്കണ്ടേ, അപ്പൊ 1 കിലോമീറ്ററിന് എത്രയായി എന്നൊക്കെ നമ്മൾ പറയേണ്ട അവസ്ഥ വരാണെങ്കിൽ ഞാൻ തുറന്നു പറയാൻ ടാക്സി വിളിച്ചു പോണതായിരിക്കും ലാഭം, അല്ലെ യൂബർ വിളിക്കുന്നതായിരിക്കും ലാഭം തോന്നിപ്പോയി. വണ്ടി നമ്മള് അത് മാത്രമല്ലോ നമ്മൾ. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ബാറ്ററി അങ്ങ് എടുത്ത് വലിച്ചെറിഞ്ഞ് വേറെ ബാറ്ററി വെക്കേണ്ട റീപ്ലേസിംഗ് ഒന്നും ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം, റോബിൻ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളുടെ വണ്ടികളെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള വണ്ടികളൊക്കെ റോബിൻ പലപ്പോഴും പറയാറുണ്ട്, ഞാനത് സെല്ല് ബൂസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് നമുക്ക് അത് റീപ്ലേസിംഗ് പോയാൽ മതി എന്ന് പറയാറുണ്ട്. അതെന്താണ് ടെക്നോളജി? അത് ചില സെല്ലുകളൊക്കെ ഇത്തിരി കുറച്ച് ഈ ബാലൻസിങ് പോയിട്ട് അത് ഇത്തിരി ഡൗൺ ആയിട്ടിരിക്കുന്ന സെല്ലുകളുണ്ടാവും. ആ സെല്ല് ഒരിക്കലും ഫുൾ ചാർജിലേക്ക് എത്തുന്നില്ല. അത് കുറെ നാളുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയായിരിക്കാം, പക്ഷെ അത് കുറെ നാളുകളായിട്ട് അതൊരു ഫുൾ ചാർജിലേക്ക് ആ സെല്ല് എത്തിയിട്ടില്ല. അപ്പൊ അത് അവിടേക്ക് അത് അങ്ങനെ ഒന്ന് ഡൗൺ ആയിരിക്കുകയാണത്. അതിനൊരിക്കലും തനിയെ അത് ഫുൾ ചാർജ് ആവാനൊന്നും പോകണില്ല. അപ്പൊ നമ്മൾ ആ സെല്ലുകളിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് വേറെ ചാർജർ ഉപയോഗിച്ച് അതിന്റെ സെൽ ബൂസ്റ്റ് ചെയ്യാനുള്ള മെഷീനുകളൊക്കെ ഉണ്ട്, അത് വെച്ച് ആ ചാർജർ വെച്ച് നമ്മൾ അതിനെ ഫുൾ ചാർജിലേക്ക് എത്തിക്കുകയാണ്. ഒന്ന് ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് അതിനെ ഒന്ന് ഉണർത്തിയെടുക്കുകയാണ്. ആ കൂട്ടത്തിലേക്ക് മറ്റുള്ളവരുടെ കൂട്ടത്തിലേക്ക് ഇതിനും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുകയാണ്. അതെ, ചില കാളകള് അധികം ഭാരം വലിച്ചില്ലെങ്കിൽ അതുപോലെ അതിനെ ഒന്ന് ഉണർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സെൽ ബാലൻസിങ്ങും എത്ര % വിജയമാണ് ശരിക്കും? സെൽ ബാലൻസിങ് ഒരു 90% നമുക്ക് വിജയം കിട്ടാറുണ്ട്. ബൂസ്റ്റിംഗ് വിജയം കിട്ടാറുണ്ട്. ചിലത് വീക്കാണ്, ഓൾറെഡി പിന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അതല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അത് കയറി വരാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ കുറെയൊക്കെ നമ്മളിപ്പോ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറെ വണ്ടികൾ അങ്ങനെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. അതല്ലേ, കുറച്ചൊക്കെയാണ് അങ്ങനെ. പിന്നെ അത് വീക്കാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, നമുക്ക് വീക്കായ ഒരു സാധനം മാറ്റിയത് തന്നെ മാർഗുള്ളൂ. ടോട്ടലി ഡെഡിലേക്ക് പിന്നെ അത് മാറ്റി തന്നെ മാർഗുള്ളൂ. അതല്ലാത്ത പക്ഷെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചില സെല്ലുകൾ കപ്പാസിറ്റി കുറവായിട്ടുണ്ടാവാം, അതൊന്നും നമുക്ക് മാറ്റുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ പറ്റും. റോബിൻ ഇതുപോലത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ എല്ലാം വാങ്ങി വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഒരു വലിയൊരു ഒരു ഭാഗം ഒരു വർക്ക്ഷോപ്പ് ആക്കിയിട്ട് അതിനെ മാറ്റിയിട്ട് ഇത്തരം ടെസ്റ്റിങ്ങും റിസർച്ചും ഇതിന്റെ ബാറ്ററികളൊക്കെ പലതും നമുക്ക് ഫുൾ ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്താലാണ് നമുക്ക് അതിന്റെ കപ്പാസിറ്റി അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ഒരുപാട് കുറച്ച് കൂടുതൽ സെല്ലുകൾ ചെക്ക് ചെയ്യണമെങ്കിൽ കൂടുതൽ എക്യുപ്മെന്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നുണ്ട് അതിന്റെ. പിന്നെ റോബിന് ഇതുവരെ ഇത്ര കാലത്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുമല്ലോ, അതായത് EV വെഹിക്കിൾ ഇത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നു, ഇത്ര വണ്ടികൾ സർവീസ് ചെയ്തിട്ടുണ്ട്, ഇത്ര വണ്ടികൾ സെല്ല് ചെയ്തിട്ടുണ്ട്. റോബിന് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ് ഇതില് EV വെഹിക്കിളെ കുറിച്ചിട്ട്? EV ഇവിടെ EVയുടെ യുഗം തന്നെയാണ്. നമ്മൾ എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിന് കുറെ ഗുണങ്ങളും ഉണ്ട്, കുറെ ദോഷങ്ങളും ഉണ്ട്. ഇല്ല എന്നൊന്നും നമ്മൾ പറയണമെന്നില്ല. EVക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. മറ്റേത് ടെക്നോളജി പോലെ EVയിലും കുറെ വരാനുള്ള മാറ്റങ്ങൾ വരേണ്ട കാര്യങ്ങളും ആ മേഖലകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇപ്പൊ നമ്മൾ മുമ്പ് മേടിച്ച വണ്ടികളും നമ്മൾ മുമ്പ് സ്ട്രഗിൾ ചെയ്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ അതൊന്നും ഇല്ലാതായി തുടങ്ങി. എവിടെ പോയാലും ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചാർജിനെ പറ്റിയുള്ള ഒരു ചാർജിങ് ആങ്സൈറ്റി ഒരു പരിധി വരെ ഇല്ല. കാരണം ഇവിടെ നമ്മൾ ഒരു സ്റ്റേഷൻ പോയി അവിടെ കംപ്ലൈന്റ് ആണെങ്കിൽ പണ്ട് ആക്സിഡന്റ് മാത്രമല്ലോ, കേടായ പിന്നെ ഒന്നും ചെയ്യാനില്ല, ഉണ്ടെന്ന കാര്യം മാത്രമല്ല. ഇന്നിപ്പോ അതൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പോ ഇവിടെ അല്ലെങ്കിൽ അടുത്ത ചാർജ് സ്റ്റേഷൻ ഉണ്ട്, ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ പുതിയ വണ്ടികൾ വരുന്നതൊക്കെ ചാർജിങ്ങിന്റെ സ്പീഡ് കൂടി തുടങ്ങി.
കുറച്ച് സമയം കൊണ്ട് തന്നെ ടിയാഗോ പുതിയത് വരുന്നത് തന്നെ ചാർജ് സ്പീഡ് കൂടിയതാണ്. അപ്പൊ നമുക്ക് അതൊക്കെ ക്ലിയർ ആയി വരുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് വണ്ടികൾ എടുത്തിട്ടുള്ള ആൾക്കാർ പലരും പാനിക്കാണ്. അതായത് കിലോമീറ്റർ ഓടുന്നതിന്റെ ലാഭം കണ്ടിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. ശരിക്കും ഇത് മെയിൻ്റനൻസ് കോസ്റ്റ്, ഇപ്പൊ റോബിന്റെ അടുത്തേക്ക് വണ്ടി വരുമ്പോ പൊതുവെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിട്ട് ആൾക്കാർ പറയാറുണ്ടോ? അത് ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആളുകൾ എപ്പോഴും വേറെ വണ്ടി മേടിക്കുമ്പോൾ അത് നോക്കുന്നില്ല. EV മേടിച്ച ആദ്യം പറയാ കിലോമീറ്റർ അടിച്ചു ഇത്ര കിലോമീറ്റർ കൊണ്ട് എങ്ങനെ മുതലായിരുന്ന. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു പെട്രോൾ വണ്ടി മേടിച്ചിട്ട് ഓടാതെ കിടന്ന വണ്ടിയുണ്ട്, അതെടുത്ത് വിറ്റ് കഴിഞ്ഞാലും ലാഭം കിട്ടുന്നുണ്ടോ? നമ്മൾ മേടിച്ചിട്ടുള്ള സ്ഥലമൊന്നുമല്ലോ, അതിനൊരു നഷ്ടം വരുന്നുണ്ടെന്ന് അതാരും അതിനെ പറ്റി ചിന്തിക്കുന്നില്ല. EV മേടിച്ചാൽ വരുന്ന നഷ്ടം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോ ഇവിടെ നമ്മുടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് തൃശ്ശൂര്. അപ്പൊ അവിടെ EV ഓട്ടോകൾ നന്നായിട്ട് വരാറുണ്ട്. അപ്പൊ നമ്മൾ അവരോട് പലരോട് സംസാരിക്കുമ്പോൾ അവര് 70,000-80,000 കിലോമീറ്റർ ഒക്കെ പാസ് ചെയ്തിട്ട് ഇപ്പോഴും അതുകൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ ഓടുന്നുണ്ട്. ഇനിയിപ്പോ അതിലൊരു ബാറ്ററി മാറ്റിയാലും ഈ 70,000 ഓടിച്ചു കഴിഞ്ഞാലും ബാറ്ററി മാത്രമല്ല മാറ്റുന്നുള്ളൂ, വണ്ടി പുതിയത് പഠിക്കുന്നില്ലല്ലോ. ആ ബാറ്ററിയുടെ കാശ് മുടക്കിയാലും ഈ 70,000 പോയി കഴിഞ്ഞാൽ അവരാന്ന് ഒരു ലാഭം നോക്കുമ്പോൾ അത് വളരെ കൂടുതലാണ്. പ്രധാനമായിട്ട് ആൾക്കാരിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ റോബിൻ? അതായത് EV വണ്ടികള് പുതിയത് വാങ്ങിച്ച് ഒരു കൊല്ലത്തിനുള്ളിൽ 3, 4, 5 ലക്ഷം രൂപ കുറച്ച് മറിച്ച് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയാണ് ഈ നഷ്ടം വരുന്നത്. ഇതിന് പ്രധാനമായിട്ട് ഞാൻ കണ്ടൊരു കാരണം എന്താണെന്നറിയോ? സ്വാഭാവികമായിട്ടും ഈ വാങ്ങിക്കുന്ന ആൾക്കാരെ ഒരു ലാഭം മാത്രമേ, ഈ കിലോമീറ്ററിന്റെ ലാഭം മാത്രം നോക്കുന്നു. ഒരു സ്ഥലത്ത് 10% താഴെ പോയി വണ്ടി നിന്നു, ആകെ വിമിഷ്ടായി, പ്രശ്നമായി, അത് ടെൻഷനായി. പിന്നെ ചാർജ് ചെയ്യാൻ അറിയാത്ത ആൾക്കാര്, ഇപ്പൊ എനിക്കറിയാവുന്നതാണ് ഈ GBT ഗണ്ണെടുത്തിട്ട് CCS കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ചീത്ത പറയുന്ന, അതായത് നമുക്കറിയാവുന്നതാണ് KSEBയുടെ ഭൂരിഭാഗവും GBT ആണ് വെച്ചിരിക്കുന്നത്. അതായത് 5 GBT ഉള്ളിടത്ത് ഒരു CCS2 ആണ് കാണുന്നത്. അപ്പൊ ഈ GBT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുൻ തലമുറ വണ്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടെക്നോളജി ആയിരുന്നു അത്. പല വണ്ടികളും ഇപ്പോഴും GBT ഉണ്ട്. അപ്പൊ ഈ GBT ഗണ്ണെടുത്തിട്ട് CCS കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റാണ്ട് ചീത്ത പറയുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എന്താ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്? അപ്പൊ ഇങ്ങനെ പലതരത്തിൽ ഈ ടെക്നോളജിയുമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാർ EV വാങ്ങിക്കുകയും ഒല്ലൂര് സ്റ്റേഷനിൽ CCS കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്തില്ലാണ്ട് അത് തല്ലിപ്പൊളിച്ച് പോയുള്ള ആൾക്കാരും ഉണ്ട്. അത് 2-3 സ്റ്റേഷനിൽ കയറി പറ്റാണ്ട് വന്നപ്പോ ദേഷ്യം സഹിക്കാൻ വയ്യാതെ തല്ലി പിടിച്ചിട്ട് പോയി എന്നാണ് പറഞ്ഞത്. അതെ, ചില വണ്ടികള് എന്താ വെച്ചാൽ ഇപ്പൊ MGയുടെ അടുത്തിടെ വിൻസറിൽ സ്ഥിരമായിട്ടൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. പല സ്ഥലത്തും CCS2 ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കമ്മ്യൂണിറ്റി ഞാൻ കണ്ടു. ഞാൻ MG യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്റെ MG Z EVക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ സെറ്റ് ബാക്ക് ഉണ്ടാവുമ്പോൾ, ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ചില ആൾക്കാർ പേടിച്ചിട്ട് ഉള്ള വിലയ്ക്ക് അങ്ങോട്ട് വണ്ടി വെക്കും. അത് ഇപ്പൊ ടെക്നോളജി പറ്റി ഒട്ടും ഇതില്ലാത്ത കുറെ ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ചിലപ്പോൾ അതൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതെ, ഞാൻ ഇതിന് മുന്നത്തെ എപ്പിസോഡിലും പറഞ്ഞ കാര്യമാണ്, EV ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ EVയുടെ കുറച്ചൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. തീർച്ചയായും ഒരു ബേസിക്. അത് ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ പെട്രോൾ വണ്ടി ആണെങ്കിൽ പോലും നമ്മളും കുറച്ചൊക്കെ ഒരു ഓയിലിന്റെ ലെവൽ നോക്കാനും റേഡിയേറ്ററിലെ വെള്ളം നോക്കാനൊക്കെ നമുക്കൊരു അതായിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് EVനെ പറ്റിയിട്ടും ഒരു ടെക്നോളജി അറിഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി അതിന്റെ ഹെൽത്ത് കിട്ടാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അതെ, നിങ്ങളിപ്പോ പൈലറ്റ് ആവാൻ വേണ്ടി പഠിക്കുന്ന വലിയ പുസ്തകങ്ങളൊന്നും പഠിക്കണ്ട. വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ EVനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ഭയമില്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇടയ്ക്കെങ്കിലും വണ്ടി ഒരു 10% പറ്റുന്ന രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ സ്ഥിരം 30% വരെ ഓടിച്ചോണ്ടിരിക്കുന്ന ഒരു വണ്ടി ഒരു മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും നമ്മളൊന്നൊരു 10% വരെ നമ്മൾ ചാർജ് സ്റ്റേഷൻ ഉള്ളതിന്റെ ഒരു പരിസരത്ത് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ വണ്ടിയുടെ ഹെൽത്ത് എന്തോരം അറിയാം. നമ്മൾ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ചാർജ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ വഴിയിൽ നിൽക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവന്ന് വണ്ടി എന്താണ് എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കും. നമ്മുടെ വണ്ടി എവിടെ വരെ ഓടിക്കാൻ പറ്റുന്നതിനെ പറ്റിയൊരു ധാരണ. ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഒരൊറ്റ ദിവസം ചിലപ്പോൾ ഒരു പാതിരാത്രി നേരത്ത് നമ്മൾ പോയി നേരെ 10% അല്ലെങ്കിൽ 20-30% കഴിയുമ്പോൾ വഴിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവണം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ എത്രയൊക്കെ ഉള്ളവരും ഒരു പേടിയും വെറുപ്പും തോന്നുന്നത് ചിലപ്പോൾ. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇത് നമ്മൾ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്, കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ EV വാങ്ങിച്ചിട്ട് ഇന്നേ വരെ 2-3 വർഷമായിട്ട് ഫാസ്റ്റ് ചാർജിങ് ചെയ്തു നോക്കാത്ത ആൾക്കാരെ എനിക്കറിയാം. അതെന്തോ ഒരു പ്രശ്നമാണെന്നുള്ളത്. പിന്നെ ഇതിൽ കുറെ അന്ധവിശ്വാസം ഉണ്ട്. ഫാസ്റ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി അതോടുകൂടി ചത്തുപോകും, മീനെ പിടിച്ച് കരയിലിടുന്ന പോലെയാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാത്രല്ല, ഇപ്പോ ഒരു ഓട്ടോറിക്ഷ ചാർജ് ചെയ്യുന്ന കാര്യം പുറമൊന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി കേടാവുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് KSEBയുടെ നമ്മൾ അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടൊന്ന് ഓണാക്കി ചാർജ് ചെയ്താൽ പോലും മെഷീൻ കേടാവുന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന്.
ഇതില് വേറൊരു കാര്യം വെച്ചാൽ ഈ ഫാസ്റ്റ് ചാർജിങ് നിങ്ങൾ പലപ്പോഴും അത് ഉപയോഗിച്ച് നോക്കണം. കാരണം അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റ് വന്നിട്ടുണ്ടോ, കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ, ഇനി അതിന്റെ ഗണ്ണ് കണക്ട് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ, ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല. നമ്മളൊരു ഒരു long സിറ്റുവേഷനിൽ ചാർജ് ചെയ്യാൻ നേരത്താവും ചിലപ്പോ അതെ, നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ, നമ്മളൊരു ലോങ് പെട്ടെന്ന് പോകുന്നു, അപ്പൊ ചാർജ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇത് ആകപ്പെടും. അപ്പോ ഫാസ്റ്റ് ചാർജിങ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ SOC ഒരു 10% താഴെ പറ്റുമെങ്കിൽ 1% വരെ ഓടിക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക. അവിടെ ചാർജ് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ. EV ടോക്സ് എപ്പോഴും EVയിലെ അന്ധവിശ്വാസങ്ങള്, മിത്തുകള് പൊളിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പൊ റോബിൻ എന്റെ അടുത്ത് ഇരുന്നിട്ട് പല അന്ധവിശ്വാസങ്ങളും ഇപ്പൊ ഏകദേശം പൊളിച്ചിട്ടുണ്ട്. അപ്പോ EV ഒരു ഭയപ്പാടോട് കൂടി കാണേണ്ട കാര്യമൊന്നുമില്ല. EV ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെയധികം നിങ്ങളുടെ പോക്കറ്റിന് നല്ലതാണ്. ഇനി EVയുടെ കാര്യത്തിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, EV ഉപയോഗിക്കുന്ന ആള് പറ്റുമെങ്കിൽ ഒരു 3 കിലോവാട്ട് സോളാറും കൂടി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്യൂവൽ ഉണ്ടാക്കുന്നു, ആ ഫ്യൂവല് നിങ്ങൾ ഉപയോഗിക്കുന്നു, തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ പോക്കറ്റിന് അത്രത്തോളം നല്ലതാണത്. അപ്പോൾ EVയുടെ കാര്യത്തില് യൂസ്ഡ് EV വാങ്ങിക്കുമ്പോൾ പണി കിട്ടാതിരിക്കാൻ എന്നുള്ളതായിരുന്നു ഈ എപ്പിസോഡിന്റെ ഒരു ഉദ്ദേശം. അപ്പോ EV യൂസ്ഡ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാരണവുമില്ല. EV യൂസ്ഡ് വെഹിക്കിൾ നിങ്ങൾ IC എഞ്ചിൻ വാങ്ങിക്കണേക്കാൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് വാങ്ങിക്കാവുന്ന, നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് വാങ്ങിക്കാവുന്ന ഒരു സംവിധാനമേ ഉള്ളൂ EV വെഹിക്കിൾ. ഒരു ഗ്യാരണ്ടി ഉള്ള വണ്ടിയിലൊക്കെ കമ്പനി തന്നെ ബാറ്ററിക്ക് മാറി കൊടുക്കും. കാര്യങ്ങളൊക്കെ അവർക്ക് നോക്കുന്നത് ചെക്ക് ചെയ്യാൻ 8 വർഷത്തോളം ലോങ് പീരീഡ് ഗ്യാരണ്ടി മാറ്റി കിട്ടുന്നൊക്കെയുണ്ട്. അവരൊക്കെ അത്യാവശ്യം ബാറ്ററികളൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മേടിച്ചാലും അത് മാറ്റി, ഗ്യാരണ്ടി ഉള്ള ഒരു വണ്ടി അത്രമാത്രം പേടിക്കാനൊന്നുമില്ല. ഗ്യാരണ്ടി കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി, പക്ഷെ അതിന്റെ വിലക്കാണല്ലോ നമുക്ക് വണ്ടി കിട്ടുന്നത്. അതെ, അപ്പൊ 1,80,000 കിലോമീറ്ററാണ് സാധാരണ ഇവിടെ വാറണ്ടി. 8 ഇയർ ആയിരിക്കും. 8 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള വണ്ടികൾ വാങ്ങിച്ചാലും, ഇനി 1,60,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടികൾ വാങ്ങിക്കുകയാണെങ്കിലും ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ടും യൂസ്ഡ് വെഹിക്കിൾ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഒരു IC എഞ്ചിൻ വാങ്ങിക്കുന്ന അത്ര കോംപ്ലിക്കേഷൻ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെ EV ടോക്സിൽ വന്നതിന് റോബിൻ നന്ദി. നമ്മുടെ പ്രേക്ഷകർക്ക് കുറെ സംശയങ്ങൾ മാറിയെന്ന് ഞാൻ കരുതുന്നു. താങ്ക്സ്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടൂ. നമുക്കത് റോബിനായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാനത് റിപ്ലൈ തരാം. താങ്ക് യു.